ഹായ് ഹലോ. നമുക്കിന്നിവിടെ കുറച്ച് വൃത്തിയാക്കാനുണ്ട് കേട്ടോ. വൃത്തിയാക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതിന് ശേഷം നമുക്ക് വൃത്തിയാക്കലിലേക്ക് കടക്കാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിന്നൊരു പാക്ക് ഉണ്ടാക്കാം കേട്ടോ, നമ്മുടെ ഒരു ഹെയർ പാക്ക്. അപ്പം ഇത് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് പനിയൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യുന്ന കഴിഞ്ഞാൽ പനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് രണ്ടും തണുത്ത സാധനങ്ങളാണ്. അതുകൊണ്ട് പനിയൊക്കെ പെട്ടെന്ന് പിടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. വേറെ എന്തെങ്കിലും പാക്കുകൾ ഉണ്ടാക്കി തലയിൽ തേക്കുക കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുട്ടയും നമ്മുടെ തൈരുമാണ്. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മുടിയിൽ തേച്ച് കൊടുക്കുക. മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ പോലുള്ള ഇങ്ങനെ പറന്ന് കിടക്കുന്ന സൈസ് മുടിയാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് ഓയിലി ഹെയർ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എന്ത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നന്നായിട്ട് തലയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തലമുടിയിലും തലയോട്ടിയിലും എല്ലാം തുമ്പ് വരെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഇത് നമുക്ക് തലയിലാണെങ്കിൽ മുടി കൊഴിച്ചിൽ മാറാൻ സഹായിക്കും. അതേപോലെ തന്നെ മുടി നല്ല ഉള്ളോടുകൂടി നല്ല ഞെരുക്കത്തോടു കൂടിയൊക്കെ കിളിച്ച് വരാൻ നന്നായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. ഇത് നമുക്കാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം കൂടി ഇരിക്കുമ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത്ര നേരം ഒന്നും വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം നമുക്കിപ്പോൾ എത്ര നേരമാണോ വെക്കാൻ പറ്റുന്നത് അത്രയും സമയം തന്നെ വെക്കുക. ഞാൻ പിന്നെ ഈ ഒരു പാക്ക് ഇപ്പോൾ ഇടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് ജോലിയുണ്ടല്ലോ. അപ്പം ജോലി നടക്കും, നമ്മുടെ പാക്കിടിയിലും അതിന് പാക്ക് ഇടുന്നതിൻ്റെ ഗുണവും കിട്ടുമെന്നുള്ള ഒരിതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാക്ക് ഇടുന്നത്. ഈ ഒരു പാക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിൽ ഇങ്ങനെ അബ്സോർവ് ആയി പോവുകയും ചെയ്യും. ഇങ്ങനെ വെള്ള പൂണക്കൊന്നും ഇരിക്കത്തൊന്നുമില്ല. അപ്പം എല്ലാവർക്കും ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഈ ഒരു ഹെയർ പാക്കായിട്ട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കൂടി ഇരിക്കാനൊക്കെ ചെയ്യാൻ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വൃത്തിയാക്കൽ പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കലാപരിപാടിയിലേക്ക് കടക്കാം. ഇത് നമ്മളുടെ പൊത്താൻ വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. പൊത്താൻ മീൻസ് നമ്മുടെ വിറക്. അതായത് നമ്മളുടെ ഇവിടെയൊക്കെ കൂടുതലും വിറക് വിറകൊന്നും അങ്ങനെ പറയാറില്ല. പൊത്താൻ പറക്കി കൊണ്ടുവന്ന് വെക്കുന്നു, അടുപ്പ് പൊത്താൻ പറക്കി വെക്ക്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ചോറൊക്കെ വെക്കുന്നതിൻ്റെ താഴെ ഒരു സ്ഥലം കാണുമല്ലോ. അപ്പോൾ അവിടെ പൊത്താനൊക്കെ ശേഖരിച്ച് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ ആണെങ്കിൽ മൊത്തം അലുക്കുലത്തായിട്ട് കിടക്കാം. നിങ്ങളെ ആദ്യം തന്നെ ഞാൻ കാണിച്ചല്ലോ അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് വൃത്തിയാക്കണം. കാരണം ഇപ്പോൾ ഒരു 1-2 മാസത്തോളമായി ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട്. അതിൻ്റെ മെയിൻ കാരണം ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെയാണ്. വീട്ടിലായിരുന്നത് കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ വൃത്തിയാക്കലും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ജോലി എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഈ ഒരു പാക്ക് ഇടാൻ കാരണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത് പോലെ എൻ്റെ തലയിൽ പാക്കും നന്നായിട്ട് പിടിക്കും, ഇവിടുത്തെ ജോലിയും നമുക്ക് ഒതുക്കുകയും ചെയ്യാമല്ലോ. അപ്പം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ സാധനങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ട്. നമ്മുടെ തോന്നലുകളൊന്നും സത്യമാവത്തില്ലെന്ന് പറയുന്നത് കറക്റ്റാണല്ലോ. ഞാനിതാണെങ്കിൽ പറയാൻ കാരണം, ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ അകം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് ഇന്നും നാളെയും ഒന്നും തീരാത്ത പോണക്ക് ഒത്തിരി സംഭവങ്ങൾ ഇതിനകത്തിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരു വേസ്റ്റ് കൂമ്പാരം പോണക്കായിരുന്നു നിറച്ചുള്ളത്. പക്ഷേ അത് വെറും എൻ്റെ തോന്നലായിരുന്നെന്ന് എനിക്കിവിടെ ഈ ഒരു വൃത്തിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഈ കാണുന്നത് പോണക്കൊന്നും അല്ലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കുറച്ച് പൊത്താൻ മാത്രമേ ഉള്ളായിരുന്നുണ്ട്. പിന്നെ കുറേ നമുക്ക് അടുപ്പ് കത്തിക്കാൻ വേണ്ടി, പെട്ടെന്ന് അടുപ്പ് കത്താനും വേണ്ടി നമ്മൾ വേസ്റ്റ് പേപ്പറുകളൊക്കെ നമ്മൾ കളയാതെ വെക്കത്തില്ലേ, ഈ മുളക് പൊടിയൊക്കെ പൊടിച്ചുകൊണ്ട് വന്നത് അതിങ്ങനെ തണുക്കാനിടുന്നത് ഇട്ട കുറേ പേപ്പറുകൾ, അതൊന്നും ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുപ്പിൽ തീ പിടിപ്പിക്കാനും വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്നു. അങ്ങനെ കുറേ പേപ്പറുകളും കുറേ കുഞ്ഞു കുഞ്ഞു ചുള്ളികളും ചൂട്ടും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്കിത് വൃത്തിയാക്കി എല്ലാം കഴിയുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഞാനെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ പാക്ക് നല്ല രീതിയിൽ നമ്മുടെ തലയിൽ പിടിച്ചിട്ടുമുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഇവിടുത്തെ വൃത്തിയാക്കലിൻ്റെ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട്. കണ്ടോ, ഇത്രയും ഭാഗം നന്നായിട്ട് ഒഴിഞ്ഞു കിടക്കുക. ഇത്രയും ഭാഗത്ത് കൊള്ളാനുള്ള സാധനം മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അതാണോ ഈ കൂമ്പാരമായിട്ട് കിടന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് പിന്നെ 2 സിമെൻറ്റിൻ്റെ 2 രാംകോയുടെ ചാക്കിനകത്ത് നിറച്ച് നമ്മുടെ ചിരട്ടയാണിരുന്നത് കേട്ടോ.
ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്. അപ്പം ഞാൻ ഷാമ്പൂ ഒന്നും ഇടാതെ തന്നെയാണ് കഴുകിയത്, എന്നിട്ട് പോലും നന്നായിട്ട് പാറിപ്പറന്ന് കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അത്രയും പാറിപ്പറന്ന് കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ച്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പാർത്ഥൻ വരാറായി. അവൻ എന്തെങ്കിലും വൈകിട്ട് വരുമ്പോഴത്തേക്കിനും കഴിക്കാൻ കൊടുക്കാനും വേണ്ടി ഞാൻ ഉണ്ടാക്കാൻ ഏത്തയ്ക്ക ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മളെ ലാലേട്ടൻ്റെ വൈറലായിട്ടുള്ള റെസിപ്പി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമുക്ക് അതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്കൊന്ന് ചെയ്താൽ നോക്കിയാലോ എന്ന് കരുതി ഞാനങ്ങനെ വെച്ചതാണ്. അപ്പം എന്താ ഇത് സംഭവം കിടുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഏത്തയ്ക്ക ഇങ്ങനെ നെയ്ക്കകത്ത് പൊരിച്ച് കഴിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കൂടെ ആ ഒരു ഐസ്ക്രീമും കൂടെ ചേരുമ്പോഴാണ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ലെവൽ തന്നെ വേറെ രീതിയാവുന്നുണ്ട്. ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിവിടെ കിട്ടിയ നമ്മുടെ കയ്യിലിരിക്കുന്ന ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ മറ്റേ പിസ്ത ഫ്ലേവറിൻ്റെ ഐസ്ക്രീമായിരുന്നു ഉള്ളത്. ഇത് 2 പാത്രത്തിലെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളവർക്ക് തേടി വെക്കണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ പാർത്ഥമോൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവനെയും കൂട്ടിക്കൊണ്ടാണ് ഇന്ന് വീട്ടിലേക്ക് വന്നത്. അങ്ങനെ പിന്നെ അവർക്ക് 2 പേർക്കും കൂടെ ഞാനത് കൊടുത്തിട്ട് 2 പേരും പറഞ്ഞു സൂപ്പറാണെന്ന് പറഞ്ഞു. പാർത്ഥൻ പറഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലമ്മേ, ഇത് അടിപൊളിയാ, ലാലേട്ടൻ്റെ റെസിപ്പി നല്ല മാസ് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സൂപ്പർ റെസിപ്പി ആയിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്നേഹപൂർവ്വം രേഷ്മ.